ഇത് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ് ഇപ്പോൾ എടുക്കാൻ പോണത്. അതായത് പ്രൈസ് വീക്കിലി നോക്കുമ്പോൾ വീക്കിലിയുടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നിട്ടില്ല. ഡെയിലി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഡെയിലി ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. FEG ഉണ്ട്. ഇവിടെ പ്രൈസ് ഓൾറെഡി മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച. എന്നിട്ട് ഇന്നലെ ബുധനാഴ്ചത്തെ ആ ലോ പ്രൈസ് എടുത്ത് പ്രീവിയസ് ഡേ ലോ എടുത്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ആദ്യം എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി. ഇന്നലെ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു ബൈ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വർക്കുള്ളതുകൊണ്ട്. പിന്നെ 1 ഹവറിൽ നോക്കുവാണെങ്കിൽ 1 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഓർഡർ ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രൈസ് 4 നോക്കുമ്പോൾ ഇവിടെ ഒരു IFEG തന്നിട്ടുണ്ട്. ഇനി പ്രൈസ് കാണേണ്ടത് 4 ഹവറിൽ ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞ പ്രൈസ് ഇനി ഡെയിലി ഒരു ലിക്വിഡിറ്റിയിലായിട്ടാണ് പ്രൈസ് കാണേണ്ടത്. അത് ഇപ്പോൾ നോക്കിയിട്ട് ഇവിടെ ഒരു ഡെയിലി IFEG ഉണ്ട്. ഇടയിലായിരിക്കണം പ്രൈസ് എക്സ്ചേഞ്ച് ചെയ്യണത്. അതുകൊണ്ട് പ്രൈസ് ഞാൻ ഇന്ന് എക്സ്പെക്ട് ചെയ്യണത് ബുള്ളിഷാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ 5 മിനിറ്റ് കൂടിയുള്ളൂ. അപ്പോൾ ഇവിടെ FEG ഫോം ആവും. ആ FEG ആയിട്ട് വന്നിട്ട് പ്രൈസ് ബുള്ളിഷ് പോകുന്നതാണ് ഇന്നത്തെ ഒരു എക്സ്പെക്റ്റേഷൻ. അതായത് IFEG നോക്കുകയാണെങ്കിൽ 15 മിനിറ്റും FEG ഉണ്ട്. 4 ഹവർ ലോ 15 മിനിറ്റ് ഈ 4 ഹവർ IFEGയിലോട്ട് വന്നൊന്നുമില്ല പ്രൈസ്. ഇവിടെ 5 മിനിറ്റ് ഇത് ബൈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 4 ഹവർ FEG ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് FEG ടാപ്പ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് എൻട്രിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി ഉണ്ട് മെറ്റീരിയൽ. അപ്പോൾ ഇതാ FEGയുടെ ഓപ്പൺ. അപ്പോൾ അതിൻ്റെ താഴെ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നിന്ന് 1 മിനിറ്റിൽ റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ 1:2 ബൈ എൻട്രി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വ്യൂ. നോക്കാം എന്ത് സംഭവിക്കും എന്ന്. വെച്ചിട്ടേക്കാം. ഇത്രേ ഉള്ളൂ.